ഹായ്, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ അൽത്താഫ് ഉണ്ട്, അൽത്വാഫ് ഉണ്ട്, നന്ദൂട്ടനുണ്ട്, നിഷാനയുണ്ട്, നന്ദന സി. ഓക്കെ, അപ്പോ നമ്മള് ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ അല്ലേ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഞങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. എന്ത് വരുന്നത്? ബറോസ് അല്ലെ. ബറോസ് എന്ന് പറയുന്ന സിനിമയെ പറ്റി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ദിവസം ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അവസരം കിട്ടിയ സമയത്ത് അന്ന് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ലാലേട്ടൻ എന്നാണ് ബറോസ് റിലീസ് ആവുന്നതെന്നാണ്. അപ്പോൾ ബറോസിനെ പറ്റി ചോദിക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വാതോരാതെ സംസാരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ്, സ്വപ്നമാണ് ബറോസ് മൂവി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് നാള് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോവിഡിന് മുന്നേ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. കോവിഡ് സ്ക്രിപ്റ്റിനകത്ത് നമ്മുടെ ജിജോ പൊന്നൂസ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ ആയിരുന്നു. പിന്നീട് കോവിഡിന് ശേഷം ആദ്യം പൃഥ്വിരാജൊക്കെ അതുണ്ടായിരുന്നതാണ്. പിന്നീട് കോവിഡ് വന്ന് കുറച്ച് ഇഷ്യൂസ് ആയപ്പോഴത്തേക്കും സ്ക്രിപ്റ്റിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഒരു എനിക്ക് തോന്നുന്നു 12 ദിവസത്തോളം ഷൂട്ട് ചെയ്തതാണ്. പിന്നീട് കോവിഡ് വന്ന് ഇഷ്യൂ ആയി. പിന്നീട് നമുക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി, കാസ്റ്റ് ഒക്കെ മാറ്റേണ്ടി വന്നു. പിന്നീട് നമ്മുടെ ലാലേട്ടന്റെ ജിജോ പൊന്നൂസ് ഇതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം പിന്മാറിയിട്ട് അദ്ദേഹം ലാലേട്ടന് ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ അതിനകത്ത് എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഇഷ്യൂസ് ഒക്കെ അവർ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ആ സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ട്രെയിലർ കങ്കുവ മൂവിയുടെ കൂടെ 3Dയിൽ അന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. കങ്കുവ സിനിമ കണ്ട കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് ട്രെയിലർ കാണാൻ പറ്റിയിട്ടുണ്ടാവും. 3D സിനിമയാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് 3Dയിലല്ലോ, നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ 2Dയിലാണ് അത് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ എന്തായാലും ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്, നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ലാലേട്ടന്റെ ഡ്രീം വോളിയം ആണല്ലോ. ലാലേട്ടൻ ഭൂതമായിട്ടല്ലേ? ലാലേട്ടൻ്റെ അടുത്ത് ബറോസ് എന്ന് പറയുന്ന ഭൂതമായിട്ടാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതൊരു വിർച്വൽ 3Dയിലാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. ഈസബെല്ല എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിന്റെ മെയിൻ ലീഡ്. ആക്ച്വലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവി കേട്ടോ. പ്രസന്റും പാസ്റ്റും കൂടെ കാണിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പടമാണെന്ന് തോന്നുന്നു അല്ലേ? മലയാളമല്ലേ ഇത്? നീ ശ്രദ്ധിച്ചോ? അത് ഈ ട്രെയിലർ ആക്ച്വലി ഇത് വിർച്വൽ 3Dയിലാണ് ഇത് പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ ആരെങ്കിലും? അതായത് ഇത് കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് കാണിക്കുന്നത് കണ്ടോ? അതിന്റെ അതായത് വിർച്വൽ 3Dയിലാണ് നമ്മൾ ഈ ട്രെയിലർ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ നോർമൽ 2Dയിലല്ല ഇപ്പോൾ ഇത് കാണുന്നത്. മനസ്സിലായോ? ബ്ലാക്കിന് ഇപ്പുറത്ത് വരുന്നുണ്ട്. കണ്ടോ? മനസ്സിലായി. ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ഫ്രെയിമിൽ ചാടി വീഴുന്ന പോലെ നമുക്ക് ലാലേട്ടന് കുറെ ഗെറ്റപ്പ് ഉണ്ട് കേട്ടോ. 2-3 ഗെറ്റപ്പ് ഉണ്ട്. ഒരു മുട്ട അടിച്ച ഗെറ്റപ്പ് ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് വീഡിയോക്ക്. ഫ്രെയിംസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? മലയാളം അല്ലല്ലോ. ഇല്ല, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. ലാംഗ്വേജ് മലയാളമല്ലേ? ഈ ഒരു ക്യാരക്ടറേ ഞാൻ പറയാം, ഒരു കോമിക് ക്യാരക്ടർ കണ്ടോ? ആ കോമിക് ക്യാരക്ടർ നല്ല ക്വാളിറ്റി ചെയ്യണം അല്ലേ? അത് ഭയങ്കര പാടാ അത് ചെയ്യാനായിട്ട്. ഇത് കിഡു സീനാണ്. തിരിഞ്ഞിരിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നൈസ് ഒരു ട്രെയിലർ അല്ലേ? ട്രെയിലർ ആക്ച്വലി പേഴ്സണലി എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇത്രയും വരും. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ലാംഗ്വേജ് മലയാളം എന്നൊരു ഫീൽ ഇല്ല. മലയാളത്തിൽ ലാലേട്ടൻ അത് ആക്ച്വലി ഈ പടം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു മലയാളത്തിൽ മാത്രം ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയല്ല. ഓൾറെഡി ഇതൊരു പാൻ ഇന്ത്യൻ എന്നല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഭാഷയ്ക്ക് വലിയ കണക്ഷൻ ഇല്ലാത്ത പടമെന്ന് തോന്നുന്നു. ആർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനകത്ത് വേറെ സംഭവം, നമ്മൾ ഇതിനകത്ത് ഈ ഒരു കോമിക് ക്യാരക്ടർ പോലെ നമ്മളിത് കണ്ടിരുന്നു. ഒരു കുഞ്ഞു സാധനം. സത്യം പറഞ്ഞല്ലേ, അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഒരു മൂവിയിൽ കൊണ്ടുവരും, പ്രത്യേകിച്ച് ഇന്ത്യൻ മൂവിയിൽ കൊണ്ടുവരുമ്പോൾ അത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ. കാരണം ബാക്കിയെല്ലാം മനുഷ്യന്മാരായിട്ട് തോന്നും,
ഈ കോമിക് ക്യാരക്ടർ ഒരു പാവ പോലെയാണ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ കൈ നിൽക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് നൈസ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ ട്രെയിലറിൽ കൊള്ളാം, നമുക്കറിയില്ല. ഇതേ രീതിയിൽ ഈച്ച ഇത് തന്നെയല്ലേ? ഈച്ച അങ്ങനെ ഒരു ക്യാരക്ടറിന്, പക്ഷെ അതിനകത്താണെങ്കിലും VFX കുറച്ച് ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നു. നൈസായിരുന്നു. ഇപ്പൊ ആ ഒരു കോമിക് ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആ ക്യാരക്ടർ നൈസായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രെയിലറിൽ കാണുമ്പോൾ. ഇനി നമുക്ക് പടത്തെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഈ പടത്തിൽ ലാലേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കുമ്പോ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ ലാലേട്ടൻ അല്ലാണ്ട് വേറെ ആരെയും നമുക്ക് അറിയത്ത് പോലും ഇല്ല, മൊത്തം കുട്ടികളാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഈ സിനിമ എന്തായാലും വലിയ റേഞ്ചിൽ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യും. മേ ബി 4 മണിക്കോ വെളുപ്പിന് 7 മണിക്കോ ഒക്കെ ആയിരിക്കും ഇതിന്റെ ഷോ വരിക. എനിക്ക് ലാലേട്ടൻ ഫാൻസിനോട് കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുറെ മുതുക്കന്മാര്, ഞാൻ ഉൾപ്പെടുന്ന കുറെ മുതുക്കന്മാര്, നമ്മളെല്ലാരും കൂടെ 4 മണിക്കോ 7 മണിക്കോ പടം കാണാൻ വേണ്ടി കയറും. ഇത് കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് ലാലേട്ടൻ തന്നെ കുട്ടികളുടെ പടമാണ്. നമ്മൾ പോയി കണ്ടിട്ട് ലാലേട്ടൻ മീശ വിരിച്ചില്ല, മുണ്ടുമടക്കി കുത്തിയില്ല, മാസ് കാണിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പടം അടപടലും ആവും. അതുകൊണ്ട് അങ്ങനെയാവും. അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ മനസ്സിൽ പോയി തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഫൈൻ, ഹാപ്പി, അത്രേ ഉള്ളൂ. അപ്പൊ പാട്ട് ഇഷ്ടപ്പെടും. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണുമ്പോൾ ചില ക്യാരക്ടർ പോലെ ചില കാലഘട്ടം പോലെ നമ്മൾ ചിലപ്പോൾ കുറച്ച് ചെറുതായി പോകണം, നമ്മൾ ചെറുതാവണം. എനിക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികളുടെ മനസ്സുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. ഞാൻ ലാലേട്ടൻ എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ തന്നെ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യും. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ലാലേട്ടൻ ഫാൻസിനോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ലാലേട്ടന്റെ സ്ഥിരം മൂവി, ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു കിടു എന്താ പറയണ്ട ഒരു മാസ് ഹീറോ, ആ പരിപാടി ഒന്നും ഇവിടെ വർക്ക് ആവില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം സിനിമയാണ്. ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇതിനകത്ത് ഈ ആൾക്കാരെ കൊല്ലുക, ബ്ലഡ് തെറിക്കുക, ആ പരിപാടീസ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്കൊന്നും ലാലേട്ടൻ പോലും ഇതുവരെ ഇങ്ങനൊരു സിനിമ ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അങ്കിൾ പെണ്ണാണെങ്കിൽ തന്നെ അങ്കിൾ പെണ്ണിനകത്ത് കുറെ ഇമോഷൻസ് വേറെ ഉണ്ട്. ഇത് ഞാൻ പറയാം, നമ്മള് ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനില്ലേ, ആ സെയിം വൈബ്, ഒരു മാജിക്കൽ വേൾഡ്, അതായത് ഒരു ഫാന്റസി, കംപ്ലീറ്റ്ലി ഒരു ഫാന്റസി സാധനം. ഞാൻ പറയട്ടെ, മമ്മൂക്കയുടെ ഒരു ഭൂതപ്പടം വന്നായിരുന്നല്ലോ, പട്ടണത്തി ഭൂതം, അതുപോലത്തെ ഒരു സാധനമായിരിക്കും അങ്ങനെ നമ്മള് കമ്പയർ ചെയ്യരുത്, അല്ല അതൊരിക്കലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയെന്നല്ല, അതിപ്പോ ആർക്കും വേണ്ടിയിട്ടല്ലാത്ത സിനിമയായിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ആ സിനിമ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ആർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാന്ന് മമ്മൂക്കയ്ക്കോ ജോണി ആന്റണിക്കോ മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, മൊത്തം വായിച്ചു കളഞ്ഞേക്ക്. ഈ സിനിമയെ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. ട്രെയിലറിനകത്ത് കുറെ ക്വാളിറ്റി, ഇപ്പൊ ഈ ഡിസ്നിയിലൊക്കെ വരുന്ന കുറെ വെബ് സീരീസ് ഉണ്ട്, ആ ഒരു ക്വാളിറ്റി കുറെ ഫ്രെയിംസിൽ കാണാനായിട്ട് സാധ്യത. ഇതേ ക്വാളിറ്റി എനിക്ക് തോന്നിയത് മറ്റേ കത്തനാറിന് എനിക്ക് ഒരു ക്വാളിറ്റി തോന്നിയായിരുന്നു. കത്തനാറിന്റെ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഇനി നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി നമ്മൾ തിയേറ്ററിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എന്താണ്. കാരണം നമ്മളിപ്പോൾ കണ്ടത് 2 മിനിറ്റുള്ള ഒരു ട്രെയിലർ ടീസറാണ്. ഇനി ഇത് 2 മണിക്കൂറിലേക്ക് പോകുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്ന, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെങ്കിൽ പോലും, ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ന് കണ്ടാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. ഈ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പ് ചുടുന്ന സിനിമയുണ്ട്, അതിപ്പോ കണ്ടാലും നമുക്ക് ഫീൽ അടിക്കും. ഒത്തിരി അടുത്ത് അന്വേഷിച്ചിട്ടുണ്ട്. ആ ചെറുപ്പത്തില് അല്ലല്ല, അത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഒരു പയ്യൻ, ഒരു അനാഥ പയ്യൻ, അത് തന്നെ. നമ്മളെ പട്ടാടി വെക്കണ പിള്ളാരാടേ, നമ്മളെ പട്ടാടി വെക്കണ പിള്ളാരാടേ. ആ പടം നമ്മൾ ഇപ്പൊ കണ്ടത് നമുക്ക് രസമില്ലേ അല്ലേ, ആ സെയിം സാധനം. ആലക്കുടിക്കാരൻ വാലപ്പം നിന്നപ്പോ പള്ളി പോയേ, ആ സാധനം സൂപ്പർ. അപ്പൊ ആ ഒരു വൈബ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ എനിക്കൊന്ന് ഡിസംബർ 25-ാം തീയതിയാണ്. എനിക്ക് എനിക്ക് ഈ 90s കിഡ്സിന് അങ്ങനെ കുറെ കാലഘട്ടം കുറെ സാധനങ്ങൾ അങ്ങനെ ഉണ്ട്, അതായത് നമുക്ക് ഓർത്തിക്കാൻ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ ഈ 2K കിഡ്സിന് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. എനിക്ക് ലാലേട്ടന്റെ പടത്തിലൂടെ അവർക്കും അവരുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അയ്യോ തള്ള. അപ്പൊ എനിവേ നമ്മള് വിഷ്വൽ നോക്കുമ്പോൾ നല്ലൊരു നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ,
ബാക്കി ഇപ്പൊ അതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് 3D ഒരു മൂവി ഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സന്തോഷ് ശിവനാണ് അത് ചെയ്തിരിക്കുന്നത്. 3D ഷൂട്ട് ചെയ്താണോ അതോ 2D 3D ഷൂട്ട് ചെയ്ത മൂവിയാണ്. അത് ഭയങ്കര പാടാണ്. പക്ഷേ മറ്റേ നമ്മുടെ ARM 2D ഷൂട്ട് ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്യുക. നല്ല ക്വാളിറ്റി. അതായത് നമ്മുടെ മലയാള സിനിമയിൽ രണ്ടാമത്തെ സിനിമയാണ് 3D ഷൂട്ട് ചെയ്യുന്നത്. മലയാള സിനിമയ്ക്ക് എത്ര വർഷത്തെ ചരിത്രമുണ്ട്. അതിൽ രണ്ടേ ആദ്യമായിട്ട് കുട്ടിച്ചത് 3D തന്നെ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കും അതിനുശേഷം ഒരു പടം അങ്ങനെ ചെയ്യാൻ അവർ തയ്യാറായി. ഭയങ്കര പ്രോബ്ലം ആണ്. കാരണം ഒരു ക്യാമറയ്ക്ക് മുകളിൽ ഈ 3D ലെൻസ് വെച്ചിട്ട് വേറൊരു ക്യാമറ വെച്ചിട്ടൊക്കെയാണ് നമുക്കത് ഷൂട്ട് ചെയ്യുക. അത് ഭയങ്കര ടെക്നിക്കലി ഭയങ്കര പാടാണ് ഇങ്ങനത്തെ 3D ഫിലിം ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ അവർക്ക് മാത്രമല്ല ലാലേട്ടൻ എടുത്തിരിക്കുന്ന റിസ്ക് ആണ്, ഭയങ്കര എഫേർട്ടാണ്. ഫസ്റ്റ് പടം സംവിധാനം അത് 3D യിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആണ്. എനിവേ നമ്മുടെ സ്വന്തം ലാലേട്ടന് ബറോസിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പടം കിഡു ഹിറ്റ് ആവട്ടെ അല്ലേ? 25 ഡിസംബർ 25 നമ്മുടെ ക്രിസ്മസിന്റെ അന്ന് കുട്ടികൾ എല്ലാവർക്കും തിയേറ്ററിൽ കാണാം. ഡിസംബർ 25 ലാലേട്ടൻ ദിവസം ആവട്ടെ. ഓക്കെ ബൈ.